ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയില്ല. പിണറായി അല്ലെങ്കിൽ ആരാകും പ്രതിപക്ഷ നേതാവ്? തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാനില്ലെന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. തുടർഭരണത്തിന് ശേഷമുള്ള ഈ വമ്പൻ തകർച്ചയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീളുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ക്യാപ്റ്റനായിരുന്ന പിണറായിക്ക് പ്രതിപക്ഷ നേതാവാകാൻ താല്പര്യമുണ്ടാകാനും സാധ്യതയില്ല. ഇതോടെ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവമാകുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മെയ് 4 അവസാനിക്കുമെന്നായിരുന്നു നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനെ പരിഹസിച്ചുകൊണ്ടാണ് UDF സൈബർ ഗ്രൂപ്പുകളിൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിണറായി പ്രതിപക്ഷ നേതാവാകില്ലെങ്കിൽ പിന്നീട് ആ സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ ഇക്കുറി വിജയിച്ച ഏക കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ബാലഗോപാൽ. പ്രമുഖ നേതാക്കളെല്ലാം UDF തരംഗത്തിൽ അടിപതറിയ സാഹചര്യത്തിലാണ് ബാലഗോപാലിലേക്ക് ചർച്ചകൾ നീളുന്നത്. സഭയിലെ അനുഭവപരിചയവും പാർലമെന്ററി രംഗത്തെ പ്രാവീണ്യവും ബാലഗോപാലിന് മുൻതൂക്കം നൽകുന്നു. ബാലഗോപാൽ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം പ്രകടിപ്പിച്ചാൽ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാനും PA മുഹമ്മദ് റിയാസിനുമാവും പരിഗണന ലഭിക്കുക. ഇതിൽ സജി ചെറിയാനാണ് പാർട്ടിയിലെ സീനിയർ. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബാലഗോപാലിനും നറുക്കുവീഴാൻ സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളത്തിൽ വീശിയടിച്ച UDF സുനാമിയിൽ LDF മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാം ഒഴുകിപ്പോയതാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആളെ കണ്ടുപിടിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയനും ചുരുക്കം ചില മന്ത്രിമാരും മാത്രം നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. UDF തരംഗത്തിൽ 13 മന്ത്രിമാരാണ് പരാജയത്തിന്റെ കയ്പ് നീർകുടിച്ചത്. P രാജീവ്, MB രാജേഷ്, KK ശൈലജ എന്നിവർ പരാജയപ്പെട്ടത് ഇടതുപക്ഷത്തിന് കനത്ത ആഘാതമായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പേരുകളായിരുന്നു ഇവരുടേത്. ഇതോടെയാണ് വരാനിരിക്കുന്ന 5 വർഷം സഭയിൽ പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്ന ചോദ്യം ഉയർന്നത്.